എനിക്ക് പ്രാണവേദന നിനക്ക് വീണ വേദന അല്ലേ? ഓളെ എങ്ങനെയാണ് എത്തിച്ചത് എനിക്ക് അറിയൂ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കത്തു നിന്ന് എണീച്ച പോലെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ശരിയാണ്. ഇപ്പോൾ ഉറക്കത്തു നിന്ന് ഞാനിപ്പോൾ എണീച്ചിനേ ഉള്ളൂ. എണീച്ച് പല്ല് വരെ തേച്ചില്ല, മുഖമെല്ലാം കഴുകിയിട്ട് ഇങ്ങനെ വന്നിട്ട് എപ്പോഴും സ്വാഗതം പറഞ്ഞാണ്. രാവിലെ ഒരു 6 മണി 6:15 ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീക്കാനുള്ള കാരണം വേറൊന്നല്ല, ഇന്ന് നമ്മളെ ഫോട്ടോഷൂട്ട് പരിപാടിയെല്ലാം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ എണീച്ചത്. ഇങ്ങനെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 5:30 എണീക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കിടന്നിട്ട് ഞാൻ വിളിച്ച് ലാസ്റ്റ് 6 മണിക്കെല്ലാം എണീച്ചിട്ടുണ്ട് ഒരു വീതം. റെഡിയാവാനല്ല, ഇപ്പോൾ എണീച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. റെഡിയാകുന്നില്ലേ? അതെയാ, 6 മണിക്ക് എത്തുമെന്നല്ല അവർ പറഞ്ഞിട്ട്. എന്നിട്ട് നീ പിന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് 6 മണിക്ക് എണീച്ചല്ലേ? ഞാൻ 5:30 എണീച്ചിട്ട് റെഡിയാകാൻ പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങണം. എന്നാൽ പിന്നെ ഓക്കെ, സെറ്റാകും. ഫുള്ള് നമ്മൾ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ വേറെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഉള്ളത് സാരി സംഭവങ്ങളും പിന്നെ വേറെ കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു 2 ടൈപ്പ് ഡ്രസ്സും. എൻ്റേതാണ് ഫുള്ള് വെറൈറ്റി കേട്ടോ, നിങ്ങൾ ഞെട്ടും കണ്ടാലേ. നമ്മുടെ മേക്കപ്പിൻ്റെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓള് അതിൻ്റെ കയറി പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമെന്തോ നോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ട്. ഓളെ മേക്കപ്പ് പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാനിതാ ഇങ്ങനെ ഓരോ കവറിലാക്കി ബാഗിലാക്കി എനിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാനിതാ ബാഗിലാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓളെ ഇതും കൂടി കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫർ നമ്മളെ കൊണ്ടോട്ടിൽ നിന്നാണ് കേട്ടോ വരുന്നത്, ജിനേഷ്. നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോയിലെടുത്ത ഓണത്തിൻ്റെ എല്ലാം ഫോട്ടോഷൂട്ടെല്ലാം നടത്തിയ എങ്ങനെയാന്ന് ജിനേഷ് കൊണ്ടോട്ടി. അപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു 8 മണിക്കുള്ളിലായിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. 7:45 8 മണിക്കുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ വെയിൽ ഭയങ്കര ചൂട്, നല്ല വെയിലടിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ രാവിലെ പരിപാടിയെല്ലാം തുടങ്ങിയാൽ പിന്നെയും കുറച്ച് വൃത്തിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ രാവിലെ തന്നെ നല്ല വെയിൽ. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ ഷൂ ഡ്രസ്സ് എല്ലാം എടുത്തു വെക്കലാണ്. ഇന്ന് അങ്ങനെ സിനിമ കാണാൻ വന്നെയാ? ഇന്ന് സംഭവം എന്നാ? ഉറക്കത്ത് എണീച്ചിട്ട് നേരെ വന്നു ചൂട്ടാ. ആരാ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റാ? നിങ്ങൾ ഒരു അസിസ്റ്റൻ്റ് ആക്കിയാ? അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫർ കം ചായ കുടിക്കുന്ന ആൾ കം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു ചായ എടുത്തിട്ടില്ല, ഒരാളും കൂടി ഉണ്ട്. കൊടുത്തിനാ? ഒരാളും കൂടി കേട്ടോ. അപ്പം നമ്മളിതാ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങലാണ്. ക്ഷീണിച്ചാ? ഇങ്ങനെ കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാജാ രവിവർമ്മ ഉണ്ട്, രവിവർമ്മി. ഇത് നമ്മൾ കഴിഞ്ഞൊരു ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിന് വന്ന അതേ സ്ഥലം തന്നെ കേട്ടാ. എൻ്റെ മുതലാളി അങ്ങോട്ട് പോകുന്നത് കൊടകൻപാറ ആയുർവേദ ആൻഡ് യോഗ റിസോർട്ട്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ തില്ലങ്കേരി തന്നെ പെരിങ്ങാനം മല ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ കാണാൻ പറ്റുന്ന നല്ല കിടിലന ഒരു ആയുർവേദ റിസോർട്ടാണ് കേട്ടോ. വെള്ളം കുടി. എൻ്റെ അടുക്ക് ഈ ലൈറ്റൊന്നും പോരാന്ന് പറഞ്ഞിട്ട് ഇതാ എക്സ്ട്രാ ലൈറ്റെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് കുറേ. ഇനിയുണ്ടോ സാധനങ്ങൾ ലോഡർക്ക്? നല്ല ആപ്പിളെല്ലാം കൊണ്ടുവന്നു കേട്ടോ ഇവര്. അതെ, കടിച്ചേക്കല്ലേ. പരിപാടിയെല്ലാം കഴിയാനാവുമ്പം വരുന്നുണ്ടാങ്ങന്ന്. എന്നാ ഇപ്പം വരാൻ തോന്നിയേ? ആര് 1/2 മണിക്കൂർ പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടോണ്ട് ഒരുത്തം നല്ലോണം ഇതാ പൂട്ടിയെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പൗഡറെല്ലാം എടുത്ത് വാരി തേച്ചിട്ട്
എന്നെ ഒരു ആപ്പിൾ കഴിച്ചോടാ, കഴിച്ചോ? പിടിക്കടാ, നോക്കിയാ ടേസ്റ്റ് നോക്കി. എന്താ നടന്നത് ദൈവത്തേനെ? ഞാനിങ്ങനെ ആലോചിക്കുന്ന ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ എക്സ്പീരിയൻസ് പങ്കുവെച്ച് സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി പിടിച്ചിട്ട് ഇവനെ വിളിച്ചിട്ട് വന്നത്. ഇവൻ വരുന്നില്ല കാരണം പറഞ്ഞേനു അല്ലേ? ഞാൻ കുറേ ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ നിൽക്കുന്നത്, എന്നെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് അവളെ മാത്രം എടുക്കാമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് മാറിയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് മാറിയിക്കാൻ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എടുക്ക്, ഉള്ളത് കിട്ടിയാൽ മതി, വൃത്തിക്ക് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. ഇതെന്നാ ഇവിടെ നടക്കുന്നു? പ്രഗ്നൻസി ഷൂട്ടാണ്. സായി ഓളും കൂടി എന്താ പരിപാടി? കപ്പിൾ ഷൂട്ട് പോലെ ആക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ താമരപ്പൂവെല്ലാം കൊണ്ടുകൊടുക്കുന്നു. അല്ല വീഡിയോഗ്രാഫറും. നമ്മുടെ അടുത്ത മെയിൻ പരിപാടി ബിരിയാണി. ഫോണ് നോക്കിക്കാണ്ട് തിന്നാൻ നോക്കണു. പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ. അങ്ങനെ നമ്മൾ സാരി ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, അടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച്. ഇതാരിത്? ആരിജി ഇതിപ്പം പിടിച്ച് നടക്കാൻ വേറൊരാൾ ഒന്നിച്ചെന്നെ വേണം കേട്ടോ, ഡ്രസ്സ് പിടിച്ചിട്ട് നടക്കാൻ. ഒരു പുതിയൊരു അസിസ്റ്റന്റിനെയും കൂടി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഗിറ്റാറ് സാധനം ഉണ്ട്. അയ്യാ മോനെ പിന്നെ വേണ്ട അമ്മ ഇറക്കാം. അത് ഞാൻ വായിക്കുവാ, ഞങ്ങൾക്ക് അറിയാലോ, ഞാൻ പണ്ട് പഠിച്ചില്ല. കഷ്ടപ്പെട്ടിട്ട് നടന്ന് വരുന്നു നോക്കിയാട്ടെ. ഒരു ചുമട്ടു തൊഴിലാളിയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. അയ്യോടാ വയലിൻ അല്ല ഗിറ്റാർ എന്നാ ഈ സാധനം? ശരിക്ക് നോക്കണം. ബേക്കോട്ട് കുറച്ച് വെയില് മറ്റേ ആൻമരിയല്ലാത്ത ഏഞ്ചൽ വരുന്ന പോലെ. മറ്റേ ഏഞ്ചലില്ലേ ബിജുക്കുട്ടെ ആൻമരിയല്. നീ തന്ന പൈസ 500 രൂപ വെച്ച് വേറെ വേണം. ആടന്ന് കൈ വേറെ എടുക്കുന്നു. നേരെ ലേറ്റായി എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 6 മണിയായി സമയം. എന്നിട്ട് ഇതാ സൂര്യൻ എൻ്റെ അമ്മോ നെറുകന്തലയിലടിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത സൂര്യൻ. തണലുള്ള സ്ഥലം നോക്കി നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇതാ ഓടുത്തു ഇതാ കാണുന്നു. ഒരു പ്രാന്തനെ പോലെ അലയുകയാണ് സുഹൃത്തുക്കളെ. ആടാ ഇവിടെ എനിക്ക് പ്രാണവേദന, നിനക്ക് വീണവേദന അല്ലേ? ഓളെ എങ്ങനെയാണ് എത്തിച്ചത് എനിക്ക് അറിയൂ. ഇനിയിപ്പോൾ ഞാനും കടക്കണം, ഇതെല്ലാം നനയും ചെയ്യും. തൽക്കാലം നിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ബാ, ഞാൻ എടുക്കാം. എന്നിട്ടോ നല്ല രസമുണ്ട്. പഠിക്കലാന്ന് സംഭവം എന്താന്ന് വെച്ചല്ല, ഫോണില് ഇതിന്റെ മ്യൂസിക് അവിടെ വെച്ചിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുക. ഫോട്ടോഷൂട്ട് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? ഇന്നത്തെ മേക്ക് ഓവർ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് കാരണം നമ്മളെ മേക്ക് ഓവർ നടത്തിയ ആളാണിതാ വെഹിക്കിൾ അവിടെ പോയി നിൽക്കുന്ന കേട്ടാ. 2 ലുക്ക്, രാവിലത്തെ സാരി, ഇവ മേക്ക് ഓവർ കേട്ടോ. സലേഡിയനും കണ്ണൂര്
കണ്ണൂർ തന്നെ കേട്ടോ, നമ്മളെ നാട്ടുകാരി തന്നെയാണ്. അപ്പോൾ ഇത് പിന്നെ മലപ്പുറത്ത് നിന്ന് നമ്മൾ കെട്ടും കടിച്ചും ഇങ്ങോട്ടേക്ക് എത്തിച്ചാണ് ഇന്ന് പുലർച്ചക്ക്. അപ്പോൾ ജിനേഷ് കൊണ്ടോട്ടി. അതെ. അപ്പോൾ പിന്നീട് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനിയനാണ്. കണ്ടായിരിക്കും വലിയ വായിക്കാൻ അറിയാന്ന്. ഒരു അസിസ്റ്റന്റ് ഒരുത്തനും കൂടി ഉണ്ട് കേട്ടോ. എവിടെ പോയതുണ്ടോ, ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് നിർത്തിക്കൂടെ അല്ലേ? ഓക്കെ.